ഹായ് ഓൾ, വെൽക്കം ടു ദി GDA ക്ലാസ്. ഇപ്പം നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ് ഇന്ന്. ഇപ്പം നമ്മൾ ഇന്ന് തുടങ്ങി നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ക്ലാസ് ആണിത്. അപ്പം നമുക്ക് 15 മൊഡ്യൂളാണ് ഉള്ളത്. 15 മൊഡ്യൂളിലെ ആദ്യത്തെ മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് കാണുന്നത്, ലെവൽസ് ഓഫ് മെഡിക്കൽ കെയർ. ഇതിനകത്ത് തന്നെ പല സെക്ഷൻസ് ആയിട്ട് നമ്മൾ തിരിക്കും. ഓരോ സെഷൻ നമ്മൾ കാണും. അപ്പം നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ലെവൽസ് ഓഫ് മെഡിക്കൽ കെയർ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഹെൽത്ത് കെയർ ഇൻ ഇന്ത്യ. അപ്പം അത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് കെയർ ആണ്. അപ്പോൾ എന്താണ് നമ്മൾ കാണുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഭക്ഷണം, ഹൗസിങ്, നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ ഹൈജീൻ, പൊല്യൂഷൻ, ക്ലൈമറ്റ്, ലൈഫ് സ്റ്റൈല്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഹെൽത്ത് കെയറിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹെൽത്തിനെ, നമ്മുടെ ആരോഗ്യത്തെ ഇംപ്രൂവ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു സർവീസാണ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. അപ്പം ആരാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഹോസ്പിറ്റൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ക്ലിനിക്സ് ആയിരിക്കും. നമുക്കറിയാം, വീട്ടിലെ ഒരു അമ്മ കുഞ്ഞിനെ നോക്കുന്ന പോലെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ആരാണ്? ആശുപത്രികളും അതുപോലെ തന്നെ ക്ലിനിക്സും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ഇൻഷുറൻസ് കാര്യങ്ങൾ ഉണ്ട്, സേഫ്റ്റി പ്രോഗ്രാംസ് ഉണ്ട്. ഇൻഷുറൻസ് നമുക്കറിയാം, ഇപ്പൊ നമുക്ക് ക്യാൻസർ ഒക്കെ ഇനി വരുന്ന വർഷങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റിനൊക്കെ ആയിട്ട് മുൻകൂട്ടി നമ്മൾ പൈസയൊക്കെ അടച്ചു വെക്കും. അപ്പം അത് നമുക്ക് കുറെ അതിനകത്തൂടെ ആനുകൂല്യങ്ങൾ കിട്ടും. അപ്പൊ ഇൻഷുറൻസ് ഉണ്ട്, സേഫ്റ്റി പ്രോഗ്രാംസുകൾ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ ചേരുന്നതാണ് ഹെൽത്ത് കെയർ. ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്ക് ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ട് കാണും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ലോകത്തിലുള്ള എല്ലാ ആരോഗ്യ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അപ്പൊ അവരുടെ അതനുസരിച്ചാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അവരുടെ അവര് WHO പറയുന്നത് ഒരു ഹെൽത്ത് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംഘടനകളുടെയും ആളുകളുടെയും പ്രവർത്തികളുടെയും ഒരു സംയോജനമാണ്. അപ്പൊ ഇവയുടെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ആരോഗ്യം മെച്ചപ്പെടുത്തുകയും പുനഃസ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അപ്പം ഹെൽത്ത് സിസ്റ്റം എന്നത് ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളെക്കാൾ കൂടുതലാണ്. അതായത് ഇപ്പൊ വീട്ടില് മക്കളെ നോക്കുന്ന അമ്മയുണ്ടല്ലോ, അതുപോലെ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങള്, പെരുമാറ്റ പ്രോഗ്രാമുകള്, പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് സ്ഥാപനങ്ങള്, ജോലി സംബന്ധമായ ആരോഗ്യ സുരക്ഷാ നിയമങ്ങള്, ഇവയെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് കാണാതെ പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണ് നമ്മളൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ കാണുന്നത് ഹെൽത്ത് കെയർ സെക്ടർ ഇൻ ഇന്ത്യയാണ്. ഒരു ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സെക്ടർ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? അപ്പം ഒരു ബിഗ്ഗസ്റ്റ് സെക്ടറാണ് ഇന്ത്യയിലുള്ളത്. ഇപ്പൊ നമുക്ക് ഇവിടെ ജോലിയുണ്ട്, അതിനനുസരിച്ചുള്ള വരുമാനങ്ങൾ വരുന്നുണ്ട്. ഇത് ആരാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഹോസ്പിറ്റല്, മെഡിക്കൽ ഡിവൈസസ്, ടെലിമെഡിസിന്, ക്ലിനിക്കൽ ട്രയൽസ്, ഇൻഷുറൻസ്, ടൂറിസം, ഇതിലെല്ലാം ഇത് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഒരുപാട് നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരുപാട് ആരോഗ്യ മേഖലയിൽ മുൻപന്തിയിലാണ്, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയാണ്? ഒരു ഗുഡ് ക്വാളിറ്റി ഉള്ള ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഗവൺമെന്റ്, പിന്നെ പ്രൈവറ്റ് സെക്ടറും. നമുക്കറിയാം ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലും ഉണ്ട്. അപ്പൊ അവരാണ് ഇങ്ങനെയുള്ള ഹെൽത്ത് കെയർ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പലതരത്തിലുള്ള ഹോസ്പിറ്റലുകൾ നമുക്കുണ്ട്. അതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഉണ്ട്, റൂറൽ ഹോസ്പിറ്റൽ ഉണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്, ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഹെൽത്ത് സെക്ടർ ഉണ്ട്. പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ ഫ്രീ അല്ലെങ്കിൽ ബേസിക് കെയർ ഇൻ റൂറൽ ഏരിയാസ്, അതായത് പ്രൈമറി ഹെൽത്ത് സെന്ററുകളൊക്കെ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത്. പ്രൈവറ്റ് എന്ന് പറയുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളാണ്, അതായത് പെയ്ഡ് സർവീസ്, നമ്മളവിടെ പൈസ മുടക്കണം. അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റല്, ക്ലിനിക്സ്, നഴ്സിംഗ് ഹോംസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളവിടെ പൈസ കൊടുക്കണം. അപ്പൊ അത് ഒരു ഗവൺമെന്റ് സെക്ടർ അല്ല. അപ്പം പബ്ലിക് സെക്ടർ ആണെങ്കിൽ അത് ഗവൺമെന്റ് സർവീസ് ആണ്, നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ട. ഇനി നമ്മൾ നെക്സ്റ്റ് കാണുന്ന ഗ്രോത്ത് ഓഫ് ഹെൽത്ത് കെയർ സെക്ടർ ഇൻ ഇന്ത്യ ആണ്. നമ്മുടെ ഇന്ത്യയിലെ ഒരു ഗ്രോത്ത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് പഴയ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2020 ഒരു 280 ബില്യൺ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. അപ്പൊ അത് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ഇന്ത്യ ഈസ് എ ടോപ്പ് ഡെസ്റ്റിനേഷൻ ഫോർ അഡ്വാൻസ്ഡ് ഡയഗ്നോസ് സർവീസസ് എന്ന് വെച്ചാൽ നമ്മൾ CT, MRI അങ്ങനെയുള്ള നൂതനമായ രീതികളൊക്കെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. നമുക്കറിയാം ഒരുപാട് പേര് ട്രീറ്റ്മെന്റിനൊക്കെ ആയിട്ട് നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ആളുകൾ നമുക്കറിയാം ഹെൽത്തിനെ കുറിച്ച് മോർ കോൺഷ്യസ് ആണ്. കാരണം ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് ചെറുപ്രായത്തിൽ തന്നെ. അതുകൊണ്ട്
ഒത്തിരി കോൺഷ്യസ് ആണ് അവർ അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആശുപത്രികളിലൊക്കെ നമ്മൾ പോയി ഡയഗ്നോസിസ് സർവീസ് ഒക്കെ ചെക്കപ്പ് ചെയ്ത് നമ്മൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഹെൽത്ത് കെയർ ഡെലിവറിയുടെ ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ കെയർ. ഇതിനകത്ത് നമ്മൾ ആദ്യം കാണുന്നത് ഹോസ്പിറ്റൽസ് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻസ് ആണ്. അതായത് ഹോസ്പിറ്റൽസിന്റെ ഫംഗ്ഷൻസ്. ഇപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ 3 ഫംഗ്ഷൻ ആണുള്ളത്: റീസ്റ്റോറേറ്റീവ്, പ്രിവെന്റീവ് ആൻഡ് ട്രെയിനിങ് റിസർച്ച്. അപ്പൊ റീസ്റ്റോറേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഡയഗ്നോസ്റ്റിക്, ക്യൂറേറ്റീവ്, റീഹാബിലിറ്റേറ്റീവ് ആൻഡ് എമർജൻസി സർവീസസ്. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നു. ഇപ്പൊ ഡയഗ്നോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ പനിയായിട്ട് വന്നു, അപ്പൊ അത് എന്ത് പനിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പൊ പനിക്കെതിരായിട്ട് ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പനിക്കെതിരായിട്ടുള്ള മെഡിസിൻ കൊടുക്കുന്നു. അപ്പൊ അത് റീഹാബിലിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഓക്കെ ആയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. പിന്നെ എമർജൻസി സർവീസ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് പെട്ടെന്ന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, നമ്മൾ പെട്ടെന്ന് കൊളാപ്സ് ആയി, അപ്പൊ അതിന് വേണ്ടിയുള്ള എമർജൻസി സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ അതാണ് റീസ്റ്റോറേറ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്രിവെന്റീവ്. പ്രിവെന്റീവ് കെയർ എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്നതാണ് നമ്മൾ പ്രഗ്നന്റ് ആവുമല്ലോ, അപ്പൊ പ്രഗ്നൻസി ചെക്കപ്പുകൾ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ ചൈൽഡ് ഗ്രോത്ത്, കുഞ്ഞു പിള്ളേർ നമ്മൾ ഇൻ ബിറ്റ്വീന് ആശുപത്രിയിൽ പോയിട്ട് അവരുടെ ഡെവലപ്മെന്റ്, ഗ്രോത്ത് ഡെവലപ്മെന്റ് ഒക്കെ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അത് എന്തിനാണ്? ഒരു അസുഖം വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. പിന്നെ വാക്സിനേഷൻ, പൾസ് പോളിയോ അതുപോലെയുള്ള വാക്സിനേഷൻ നമ്മൾ എടുക്കേണ്ട, മലേറിയ, മീസിൽസ്, മംസ് അങ്ങനെയുള്ള ഇതിനെതിരായിട്ടുള്ള എല്ലാ വാക്സിൻസും നമ്മൾ എടുക്കുന്നുണ്ട്. അതും ഇങ്ങനെയുള്ള അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അസുഖത്തെ കുറിച്ച് നമ്മൾ ബോധവൽക്കരിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഇപ്പൊ ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്ടർമാരെ ട്രെയിൻ ചെയ്യുന്നു, അതുപോലെ തന്നെ നഴ്സുമാരെ, പിന്നെ ഹെൽത്ത് വർക്കേഴ്സ്, നമ്മളെപ്പോലുള്ള സ്റ്റാഫുകൾ ഉണ്ടല്ലോ, പാരാമെഡിക്കല്, മെഡിക്കല്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ട്രെയിൻ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ എന്തിനാണ് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള കെയർ നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഹോസ്പിറ്റലിൽ ഇതിന്റെ 3 ഫംഗ്ഷൻ എന്തൊക്കെയാണ്? റീസ്റ്റോറേറ്റീവ്, പ്രിവെന്റീവ് ആൻഡ് ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അപ്പൊ ഈ 3 ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുവാണെങ്കിൽ, ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഹോസ്പിറ്റൽ ഗിവ്സ് മെഡിസിൻ കൊടുക്കുന്നു. അതൊരു റെസ്റ്റോറേറ്റീവ് കെയർ ആണ്. അപ്പം എങ്ങനെയുള്ള അസുഖങ്ങൾക്കാണ് കൊടുക്കുന്നത്? പൾസ് പോളിയോ പോലുള്ള അസുഖങ്ങൾക്ക് നമ്മൾ പോളിയോ കൊടുക്കുന്നു. അപ്പൊ അത് പ്രിവെന്റീവ് ആണ്. അത് നമ്മൾ അതിനെ തടയുവാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നഴ്സുമാരെയൊക്കെ ട്രെയിൻ ചെയ്യുന്നു. അപ്പം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കഴിവ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിനെ നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്നു. അപ്പൊ അതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ നമുക്ക് ഒരു ഈസി ആയിട്ട് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ലെവൽസ് ഓഫ് മെഡിക്കൽ കെയർ. ലെവൽസ് ഓഫ് മെഡിക്കൽ കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കെയറിനെ നമ്മൾ 4 തിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളിത് കേട്ടിട്ടുള്ളത് തന്നെയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് പ്രൈമറി കെയർ ലെവൽ, രണ്ടാമത്തെ സെക്കൻഡറി കെയർ ലെവൽ, മൂന്നാമത്തെ ടെർഷറി കെയർ ലെവൽ, നാലാമത്തെ ക്വാട്ടർണറി കെയർ ലെവൽ. നമ്മളിപ്പോൾ കാണുന്ന പ്രൈമറി കെയർ ലെവലാണ്. പ്രൈമറി കെയർ ലെവലിനകത്ത് വരുന്നതാണ് ഡോക്ടേഴ്സ്, നഴ്സസ്, ഹെൽത്ത് വർക്കേഴ്സ്. അപ്പൊ ഇത് ആൾക്കാരുമായിട്ട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ളതാണ്. അതായത് വില്ലേജ്, ടൗൺസിലൊക്കെയാണ് ഇത് മെയിൻ ആയിട്ട് കാണുന്നത്. അപ്പൊ കോമൺ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടല്ലോ, ഫീവർ, കോൾഡ്, പ്രഗ്നൻസി കെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കെയർ എവിടെയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്നത് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലും സബ് സെന്റേഴ്സിലും ഒക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രൈമറി ഹെൽത്ത് സെന്റർ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ആവശ്യമുള്ള ജസ്റ്റ് ഒരു ഇനിഷ്യൽ ആയിട്ടുള്ള ഒരു കെയർ നമ്മൾ രോഗികൾക്ക് കൊടുക്കുന്നു. ഒരുപാട് വലിയ അസുഖങ്ങളല്ല, ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞല്ലോ, പനി, അതുപോലെ ജലദോഷം, ചുമ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മളിവിടെ കെയർ കൊടുക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, നമ്മളിപ്പോ നമ്മുടെ വില്ലേജിലുള്ള ഒരാൾക്ക് പെട്ടെന്നൊരു അസുഖം വന്നു. അപ്പൊ നമ്മൾ ആദ്യം എവിടെയായിരിക്കും പോകുന്നത്? പ്രൈമറി ഹെൽത്ത് സെന്ററിലായിരിക്കും. അപ്പൊ അതാണ് പ്രൈമറി കെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് സെക്കൻഡറി കെയർ ലെവലാണ്. സെക്കൻഡറി കെയർ എന്ന് പറയുന്നത് സെക്കൻഡ് ലെവൽ ഓഫ് ഹെൽത്ത് കെയർ ആണ്, രണ്ടാമത്തെ ലെവല്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ആരോഗ്യ കാര്യങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഡീൽസ് വിത്ത് മോർ സീരിയസ് ഹെൽത്ത് പ്രോബ്ലംസ്. അപ്പൊ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റല്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ആണ്. അപ്പൊ ആദ്യത്തെ എവിടെയായിരുന്നു? പ്രൈമറി ഹെൽത്ത് സെന്ററിലായിരുന്നു. രണ്ടാമത്തത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, അതായത് ജില്ലാ ആശുപത്രികളിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലും ഒക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള കെയർ കൊടുക്കുന്നത്. അപ്പൊ ഇത് സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് ആണ് ഇത് കൊടുക്കുന്നത്. അപ്പം അതായത് ചില ഹാർട്ടിനെ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇത് കൊടുക്കുന്നത്. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഹാർട്ട് പ്രോബ്ലം നമ്മൾ ആരെയാണ് കാണുന്നത്? കാർഡിയോളജിസ്റ്റിനെയാണ് കാണുന്നത്. ഇപ്പൊ ഡയബറ്റീസ് അല്ലെ ഹോർമോൺസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളാണെങ്കിൽ നമ്മൾ എൻഡോക്രൈനോളജിസ്റ്റിനെ കാണും. അപ്പൊ അസ്ഥികളുടെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓർത്തോയെ കാണും. അപ്പൊ അങ്ങനെ ഓരോ സ്പെഷ്യലൈസേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അതാണ് സെക്കൻഡറി കെയർ ലെവൽ എന്ന് പറയുന്നത്.
ഇനി മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് ടേർഷറി കെയർ ലെവൽ. അപ്പൊ അത് മൂന്നാമത്തെ ലെവലാണ്. അപ്പൊ ഇത് കുറച്ചുകൂടെ ഹൈലി സ്പെഷ്യലൈസ്ഡ് കെയർ ആണ്, കുറച്ചുകൂടെ കൂടിയതാണ് ഇത്. അപ്പൊ ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ ബിഗ് ഹോസ്പിറ്റൽ ഓർ മെഡിക്കൽ കോളേജുകളൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസും എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സും ഒക്കെ ഇവിടെ ആവശ്യമാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഹാർട്ടിന് സർജറി ചെയ്യണം, നമ്മൾ പറഞ്ഞു മുമ്പേലും കാർഡിയോളജിസ്റ്റിനെ പോയി കാണണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ മൂന്നാമത്തെ ലെവലിലേക്ക് വരുമ്പോൾ ഹാർട്ടിന് ഇപ്പോൾ ഡോക്ടർ സർജറി പറയുവാണ്. അപ്പൊ ബൈപ്പാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ടേർഷറി കെയർ ഹോസ്പിറ്റലിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അവിടെയാണ് എക്യുപ്മെന്റ്സ് ഒക്കെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ലെവലാണ് ടേർഷറി കെയർ ലെവൽ എന്ന് പറയുന്നത്. ഇനി നാലാമത്തേത് എന്ന് പറയുന്നത് ക്വാട്ടർണറി കെയർ ലെവലാണ്. ഇത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആൻഡ് റെയർ ട്രീറ്റ്മെന്റ് ആണ്. അതായത് വളരെ റെയർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇതെല്ലാ ഹോസ്പിറ്റലുകളിലും അവൈലബിൾ അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അമൃത പോലുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ റിസർച്ചും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വളരെ റെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പം എക്സ്പെരിമെന്റൽ ട്രീറ്റ്മെന്റ്സ് ആൻഡ് റെയർ സർജറീസ്, നമ്മൾ കേട്ടിട്ടില്ലാത്ത സർജറികളും കാര്യങ്ങളും ഒക്കെയാണ് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിൽ ചെയ്യുന്നത്. ഇപ്പം റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ചില പേഷ്യൻസിന് റിസർച്ച് മെറ്റീരിയൽ ആക്കും, എന്നിട്ട് അവരിൽ മെഡിസിൻ ഒക്കെ കൊടുത്ത് ഓക്കെ ആണോ എന്നൊക്കെ നമ്മൾ നോക്കും. അപ്പം അങ്ങനെയുള്ളതാണ് ക്വാട്ടർണറി കെയർ ലെവൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 4 കാര്യങ്ങളാണ് കണ്ടത്: പ്രൈമറി കെയർ ലെവല്, സെക്കൻഡറി കെയർ ലെവല്, ടെർഷറി കെയർ ലെവല് ആൻഡ് ക്വാട്ടർണറി കെയർ ലെവല്. പ്രൈമറി കെയർ ലെവലിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ് വരുന്നത്. സെക്കൻഡറി കെയർ ലെവൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററും നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളിലും. നെക്സ്റ്റ് ടെർഷറി കെയർ ലെവൽ ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽസ് ആണ്, അതായത് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ, മെഡിക്കൽ കോളേജുകൾ പോലുള്ളത്. ക്വാട്ടർണറി കെയർ ലെവൽ എന്ന് പറഞ്ഞാൽ റെയർ ആയിട്ടുള്ള അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന റെയർ ഹോസ്പിറ്റലാണ്. അപ്പൊ അതാണ് 4 ലെവലുകൾ. ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ സഹിതം ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് കാണുന്നത് പ്രൊഫഷണൽസ് ഇൻ ഹോസ്പിറ്റലിൽ. ഏതൊക്കെ പ്രൊഫഷണലാണ് ഹോസ്പിറ്റലിൽ ഉള്ളതെന്ന്. അപ്പൊ അതിനകത്ത് വരുന്നതാണ് ഡോക്ടേഴ്സ്, നഴ്സസ്, ഫാർമസിസ്റ്റ്, മെഡിക്കൽ ലാബ് ടെക്നീഷ്യന്, എക്സ്റേ ടെക്നീഷ്യന്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡയറ്റീഷ്യന്. ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ ഫുഡ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പം ഷുഗർ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഷുഗർ ആയിട്ടുള്ള ഡയറ്ററി ഒക്കെ നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി പറയുന്നത് ഈ ഡയറ്റീഷ്യനാണ്. പിന്നെ മെഡിക്കൽ സോഷ്യൽ വർക്കർ, പിന്നെ നമ്മളെപ്പോലുള്ള GDS സ്റ്റാഫ് ഇതിനകത്ത് വരുന്നതാണ്. ഹോസ്പിറ്റലിലുള്ള ഒരു പ്രൊഫഷനാണ്. ഇനി അതിന്റെ കൂട്ടത്തിൽ തന്നെ വരുന്ന സപ്പോർട്ടിംഗ് സ്റ്റാഫ്സ് ആണ് അഡ്മിനിസ്ട്രേറ്റർ, മാനേജർ, റിസപ്ഷനിസ്റ്റ്, കുക്കിനെ ഹെൽപ്പ് ചെയ്യുന്ന ആള്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻട്രി ചെയ്യുന്നത് ഇവരായിരിക്കും. പിന്നെ വാഷർമാന്, നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിലെ ലിനനും കാര്യങ്ങളൊക്കെ അലക്കുന്നത്, അറ്റൻഡർ, സാനിറ്ററി വർക്കർ, സെക്യൂരിറ്റി ഗാർഡ്. അപ്പൊ ഇതെല്ലാം കൂടെ കൂടിയതാണ് ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് കാണാതെ പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പം അടുത്ത സെക്ഷൻ നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഓൾ. നമ്മളിപ്പോൾ എടുത്ത ക്ലാസ്സിന്റെ ബ്രീഫ് നോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ടിൽ ഇതുപോലെ തന്നെ എഴുതി വെക്കാം. അപ്പം മൊത്തത്തിൽ അത് ചെറുതാക്കി ഒന്ന് കുറച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നോട്ട് എന്താണേലും എഴുതണം, മസ്റ്റാണ്. കാരണം നോട്ട് എഴുതിയാൽ നിങ്ങൾ പഠിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് പോകുമ്പോഴും പെട്ടെന്ന് നമുക്ക് ഈ PDF നോട്ടെല്ലാം മറച്ചു വെക്കാൻ ഭയങ്കര പാടാണ്. അപ്പം നിങ്ങൾ നോട്ട് എഴുതി വെച്ചാലേ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് നോട്ട് നിങ്ങൾ എഴുതണം. പ്രാക്ടിക്കലിന് വരുമ്പോൾ ഞാൻ നോട്ട് ചെക്ക് ചെയ്യും നിങ്ങളുടെ. അപ്പം അതുകൊണ്ട് നോട്ട് നിങ്ങൾ അതെല്ലാം കാര്യമായിട്ട് എടുക്കണം, പഠിക്കണം എന്നുള്ള ക്ലാസ്. ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും, ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അപ്പം അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം.